ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാർഡ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഭഗവാനിലുള്ള നിങ്ങളുടെ അഗാധമായ ഭക്തിയും സ്നേഹവും വിശ്വാസവുമാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഭഗവാന് നൽകുന്ന വില കൂടിയ സാധനങ്ങളോ കാണിക്കയോ അല്ല ഭഗവാൻ വില കൽപ്പിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഓരോ വിളികളിലും അതുപോലെ തന്നെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകളിലുമാണ്, അതുപോലെ ഭക്തിയിലുമാണ് ഭഗവാൻ അങ്ങേയറ്റം തൃപ്തനും സന്തുഷ്ടനുമാകുന്നത് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് മെസ്സേജ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും റിസൾട്ട് ഭഗവാൻ തരുന്നതാണ്. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തികൾ എല്ലാം കൃത്യവും സത്യസന്ധവുമായി തന്നെ തുടരുക എന്നാണ് ഇവിടെ തരുന്ന മെസ്സേജ് കേട്ടോ. നിങ്ങളുടെ പ്രയത്ന മേഖല ഏതായിരുന്നാലും, അത് ആത്മീയമായിരുന്നാലും ശരി തന്നെ, അല്ലാത്ത ഉള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, അത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും അതുപോലെ അർപ്പണ മനോഭാവത്തോടു കൂടിയും മറ്റുള്ളവർ എന്ത് അതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളൊരു ചിന്തയില്ലാതെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അനുസരിച്ച് ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് കേട്ടോ. ആര് നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളെ അംഗീകരിക്കുവാൻ ഭഗവാൻ ഉണ്ട്. ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളിലേക്ക് അതിൻ്റെ എല്ലാം റിസൾട്ട് ഭഗവാൻ സമയോചിതമായി തന്നെ എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടെ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. അടുത്ത കാർഡ് ബി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ലൈഫിലോട്ട് പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളിലൂടെയും ആളുകളിലൂടെയും നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹം വരുന്ന സമയമായിട്ടാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളും അതുപോലെ ഇമോഷൻസും എല്ലാം മാറ്റി ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്ത് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയേറെ ബ്ലെസ്സിങ്സ് വരുന്ന സമയമായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് ഭഗവാൻ മെസ്സേജ് തരുന്നത്. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളൊരു മെസ്സേജ്, ഗ്രേറ്റ് മെസ്സേജാണ് തരുന്നത്. അത് നിങ്ങൾ ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ നിങ്ങളിലോട്ട് അത് വരത്തുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ള അനാവശ്യമായ ചിന്തകളും എല്ലാം മാറ്റുക. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ പാസ്റ്റിലെ വേദനകളോ അതുപോലെ തന്നെ സാഹചര്യങ്ങളോ ഒന്നും നിങ്ങൾ ഇട കൊടുക്കാതെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ചിന്തകളിൽ മാത്രം നിലനിൽക്കാൻ ശ്രമിക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകാനുള്ള സമയമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്നാലും അപ്പോൾ തന്നെ നിങ്ങൾ ആ ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിലോട്ട് ഭഗവാന്റെ അനുഗ്രഹം വരുന്നതിനെ കുറിച്ച് അതിനെ സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ സ്വയം മാറുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾ പോസിറ്റീവായിരുന്നാൽ മാത്രമേ ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരികയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ അടുത്ത മെസ്സേജ് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ്. അപ്പോൾ അത് ഒരു ഉറപ്പും കൂടിയാണ് ഭഗവാൻ തരുന്നത്. അതായത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അനുഗ്രഹം കിട്ടുന്ന ബി ഓപ്പണായി ഇരിക്കാൻ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പം നിങ്ങളിലോട്ട് ഒരു അബണ്ടൻസ്, ഒരു വലിയൊരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഇത് ചിലർക്ക് പുതിയ വീടും സാഹചര്യങ്ങളും ഒക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊരു ജോലി മാറ്റം, പുതിയ ഒരു ട്രാൻസ്ഫറോ പ്രൊമോഷനോ ഒക്കെ വരുന്നതായിട്ടൊക്കെ ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഒരു അടിമുടി മാറ്റം, നിങ്ങളുടെ ലൈഫിലൊരു അടിമുടി മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ചിലർ ഇവിടെ സ്ഥലം മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചിലരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറുന്നതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സോള് മറ്റൊരു തലത്തിലോട്ട് പോകുന്നതായിട്ടും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഭഗവാൻ ഒത്തിരി മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇനി നമുക്ക് ഗീത ടെക്കിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇംപാർഷ്യാലിറ്റി ആണ്. അതായത് ഭഗവാന് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, സമന്മാർ തന്നെയാണ് ഭക്തന്മാർ. പക്ഷേ ഭക്തിയോടെയും സ്നേഹത്തോടെയും ഭഗവാനെ ആരാണോ ആരാധിക്കുന്നത്
അവർക്ക് മേൽ ഭഗവാൻ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് എന്നുള്ളൊരിതാണ് പറയുന്നത്. അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ള മെസ്സേജാണ് ഇവിടെ തരുന്നത് കേട്ടോ. നിങ്ങളുടെ കറയില്ലാത്ത ഭക്തി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് ഒരു കാരണമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് അത് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഭഗവാന് പ്രാർത്ഥിക്കാതിരിക്കുക. ഈഗോ മൈൻഡൊക്കെ മനസ്സിൽ നിന്ന് കളയുക. ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ബിക്കം മൈ ഡിവോട്ടി. ഭഗവാനെ സദാ നിങ്ങൾ ഓർക്കാനും അതുപോലെ ആരാധിക്കാനും എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റുട്ടീനിലെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചും ജീവിക്കുന്നവർക്ക് ഭഗവാനിലോട്ട് തന്നെ ലയിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. വിശ്വാസത്തോടെ ഭഗവാനിൽ സമർപ്പണം ചെയ്യുക നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് കേട്ടോ. അടുത്തത് ബീംസ് ഓഫ് മൈൻഡാണ്. നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കാതെ ആത്മീയ ജ്ഞാനം നേടുക, ആ വഴി ഫോളോ ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവനവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിസ്ഡം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചഞ്ചല ഹൃദയത്തോടെ നിൽക്കാതെ ജീവിക്കാതെ അതുപോലെ തന്നെ ഇമോഷൻസിൽ അടിമപ്പെടാതെ പിന്നെ മനഃശക്തി കൈവരിച്ച് ദുർഘടഘട്ടങ്ങളെ എല്ലാം നിങ്ങൾ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ. അടുത്ത ഗെയിനിങ് വിസ്ഡം ആണ്. ഭഗവാനെ അറിയുന്നവർക്ക് ഭഗവാൻ നേർവഴി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ മോക്ഷം പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഭഗവാനുമായിട്ട് കൂടുതലും കണക്റ്റ് ആകുക, അതിനായി നിങ്ങൾ മെഡിറ്റേഷനായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ധാരാളം വിസ്ഡം നിങ്ങളിലോട്ട് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന വിസ്ഡം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് വിശ്വസിക്കുക. അത് ഭഗവാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരുന്ന മെസ്സേജാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായി തരുന്ന ഉപദേശങ്ങളും ബ്ലെസ്സിങ്സും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.